ഇനി നമുക്ക് ആലുവയിലേക്കൊന്ന് പോവാം. അവിടെ ഒരു ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജ നടന്നിട്ടുണ്ട്. ഒരു കുഞ്ഞു മനസ്സിന്റെ ആഗ്രഹപ്രകാരമായിരുന്നു ആ പൂജ. ആ പൂജയുടെ വിശേഷങ്ങളൊന്ന് കണ്ടുവരാം. ആലുവ കരുമാലൂർ സ്വദേശികളായ അനീഷ് നിമിത ദമ്പതികളുടെ ഇളയ മകനാണ് 4 വയസ്സുള്ള ഹൃതിക്. മകൻ ഒരുപാട് നാളായി ആവശ്യപ്പെടുന്ന ടോയ് കാർ എന്ന ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞ ദിവസം ഈ ദമ്പതികൾ തീരുമാനിച്ചു. അമ്മ നിമിതയ്ക്ക് കിട്ടിയ ചിട്ടിപ്പണം ഉപയോഗിച്ച് ടോയ് കാർ വാങ്ങി നൽകി. അതോടെ മകന്റെ ആഗ്രഹം സബലീകരിച്ച് സന്തോഷത്തിലായിരുന്നു ഇരുവരും. എന്നാൽ അതാ വരുന്നു അടുത്ത ആഗ്രഹം. എന്റെ വാഹനം ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിക്കണം. കഴിഞ്ഞ ദിവസം അച്ഛൻ വാങ്ങിയ ബുള്ളറ്റ് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിച്ചല്ലോ. മകന്റെ ചോദ്യത്തിന് എന്തുത്തരം നൽകുമെന്നായി നിമിതയും അനീഷും. മകന്റെ ആഗ്രഹമല്ലേ, എന്തായാലും ക്ഷേത്ര പൂജാരിയോട് ചോദിച്ചു നോക്കാമെന്നായി. അതിനെന്താ, നമുക്ക് പൂജിക്കാലോ. കാരിപുരം ക്ഷേത്ര പൂജാരി അച്യുത ശർമ്മ 2 വട്ടം തയ്യാർ. അതോടെ ടോയ് കാർ ക്ഷേത്രത്തിലെത്തിച്ചു. താക്കോലില്ലാത്തതിനാൽ ടോയ് കാറിന്റെ റിമോട്ട് പൂജിക്കാനായി നൽകി. വാഹനങ്ങൾക്ക് നടത്തുന്ന പോലെ 4 ടയറുകൾക്ക് മുന്നിലും നാരങ്ങയൊക്കെ വെച്ച് പൂജ ഉഷാറാക്കി. അച്യുത ശർമ്മ ഒന്നിനും ഒരു കുറവും വരുത്തിയില്ല. അച്ഛന് വണ്ടി വാങ്ങിച്ചപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പൂജിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവന് വണ്ടി വാങ്ങിച്ച സമയത്ത് പറയാണ്, അപ്പോൾ നമുക്ക് അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിക്കണ്ടേന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ കാര്യപുരത്തപ്പൻ ഒരുപക്ഷെ കൊച്ചിനെ കൊണ്ട് പറയിപ്പിച്ചതായിരിക്കും ഇവിടെ വന്ന് പൂജിക്കാനെന്ന് കരുതി. അതാണ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പൂജിക്കാനായിട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ആ കുഞ്ഞു മനസ്സിന്റെ ആഗ്രഹം എല്ലാവരും ചേർന്ന് സാധ്യമാക്കി. അവൻ ഹാപ്പി. ക്ഷേത്രത്തിലെത്തിയ മറ്റുള്ളവർക്ക് ടോയ് കാർ പൂജ കൗതുകവുമായി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. അഞ്ജലി ജോൺ ചേരുന്നുണ്ട് തത്സമയം. അഞ്ജലി, ഋതുക്ക് ഹാപ്പി, നമ്മളും ഹാപ്പി അല്ലേ? നമ്മളൊക്കെ അച്ഛനമ്മമാര് ചെയ്യുന്നത് കണ്ടിട്ടാണ് വളർന്നു വന്നത്. അവരെന്ത് ചെയ്യണോ അത് അതേപോലെ പകർത്തി റോൾ മോഡലാക്കി എടുത്തിട്ടാണ് നമ്മൾ വളർന്നത്. ഇപ്പോൾ ഋതുക്കിന്റെ ആഗ്രഹം ജെന്യുവിനാണ്. അച്ഛന്റെ കാറ് എന്താ പൂജിച്ചല്ലോ, പിന്നെ എന്താ എന്റെ കാറ് പൂജിച്ചൂടെ എന്നാണ് സംശയം. എന്തായാലും പൂജാരിയും കട്ടയ്ക്കൊപ്പം നിന്നു, വീട്ടുകാരും കട്ടയ്ക്കൊപ്പം നിന്നു അല്ലേ? അതെ, നമ്മളെന്തായാലും കുഞ്ഞു ഋതിക്കിന്റെ ആഗ്രഹം, ഒരു ചെറിയ ആഗ്രഹം പറയുമ്പോൾ എങ്ങനെയാലേ അവൻ്റെ മുഖത്ത് നോക്കി നോ എന്ന് പറയാൻ പറ്റുക. അവന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ടോയ് കാർ മേടിക്കണം എന്നുള്ളത്. അങ്ങനെ അമ്മയോട് ഈ ആഗ്രഹം പങ്കുവെക്കുന്നു. അപ്പോൾ അങ്ങനെ അമ്മ ചിട്ടിയൊക്കെ ചേർന്ന് പൈസ കൂട്ടി വെച്ച് അങ്ങനെ കുഞ്ഞിന് അച്ഛനും അമ്മയും കൂടെ ചേർന്ന് ഒരു വണ്ടി വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ വണ്ടി വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അവൻ്റെ ഫസ്റ്റ് ആഗ്രഹമായിരുന്നു. അങ്ങനെ വണ്ടി കയ്യിലെത്തി കഴിഞ്ഞപ്പോൾ ദാ പിന്നെ അടുത്ത ആഗ്രഹം പറയുന്നു. ആഗ്രഹം കേട്ടിട്ട് എല്ലാവരും കുടുംബസമേതം ശരിക്കും ഞെട്ടി. വേറൊന്നും ആയിരുന്നില്ല ആഗ്രഹം, ഈ പറഞ്ഞ പോലെ പൂജിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ചിന്തിക്കുകയാണ്, ഇതെങ്ങനെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത വന്നു എന്നുള്ളതാണ്. അപ്പോൾ അച്ഛൻ ഈ അടുത്തിടെയാണ് ഒരു ബുള്ളറ്റ് മേടിച്ചത്. അപ്പോൾ ഈ ബുള്ളറ്റ് മേടിച്ച സമയത്ത് അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളുടെ ചേർന്ന് അമ്പലത്തിൽ പോയി ഈ ബുള്ളറ്റ് ഇതുപോലെ പൂജിച്ചിരുന്നു. അപ്പോൾ അതവൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവൻ്റെ മനസ്സിൽ അവൻ പറഞ്ഞു വെച്ചിരുന്നൊരു കാര്യമായിരുന്നു, അവന് വണ്ടി മേടിക്കുമ്പോൾ അത് ആദ്യമായിട്ട് ഇതുപോലെ തന്നെ പൂജിക്കണം എന്നുള്ളത്. അങ്ങനെ അവർ പൂജാരിയുടെ അടുത്ത് ചെല്ലുന്നു. അങ്ങനെ പൂജാരിയുടെ അടുത്ത് കാര്യം പറയുന്നു. അങ്ങനെ പൂജാരി വളരെ ഹാപ്പിയോടെ കൈ നീട്ടി അങ്ങനെ ഒരു ആഗ്രഹം സമ്മതിക്കുകയാണ്. അങ്ങനെ കുഞ്ഞു ഋതിക്കിന്റെ ആഗ്രഹം എല്ലാവരും കൂടി ചേർന്ന് സന്തോഷത്തോടെ നടത്തുന്നു. നമ്മൾ സാധാരണ പറയുന്ന പോലെ ആഗ്രഹം നടന്നു കണ്ടപ്പോൾ നമുക്കും വലിയ സന്തോഷം. ശരി അഞ്ജലി.